ഞങ്ങളോട് ഇങ്ങനെ ഇടകലർന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളിൽ ഒരാളായി പ്രവാചകൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ എൻ്റെ കുഞ്ഞനുജനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അനുജനോട് ഇങ്ങനെ ചോദിച്ചിരുന്നു. അബൂ ഉമൈർ, തൻ്റെ അനുജനായ അബൂ ഉമൈറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചിരുന്നു, നുഗൈർ എന്തു ചെയ്യുന്നു? നുഗൈർ, എന്താണ് നിന്റെ കുഞ്ഞു പക്ഷിയുടെ പേരെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തൻ്റെ അബൂ ഉമൈർ എന്ന് പറയുന്ന തൻ്റെ കുഞ്ഞനുജനോട് അവന്റെ കിളിയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമായിരുന്നു. നുമൈറെ, നിന്റെ കിളി എങ്ങനെ ഇരിക്കുന്നു? നിന്റെ കിളിയുടെ കാര്യം എങ്ങനായെന്ന് തൻ്റെ കുഞ്ഞനുജനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തമാശ എന്ന രീതിയിൽ അവിടെ നിന്ന് ചോദിക്കുമായിരുന്നു എന്ന് സ്വഹാബി പഠിപ്പിക്കുകയാണ്. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സഹാബിയുടെ അനുജനോട് അവിടെ നിന്ന് തൻ്റെ വീട്ടിൽ വളർത്തുന്ന തൻ്റെ കിളിയെക്കുറിച്ച് പോലും ചോദിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമായിരുന്നു എന്ന് സ്വഹാബി പറയുകയാണ്. അൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റുബ്ബമാ ഖാല ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാദൽ ഉദ്നൈൻ ഖാല അബൂ ഉസാമത്ത യഅനി യുമാസിഹു. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇരുചെവിയൻ എന്ന് വിളിച്ചു. കളിയാക്കൽ എന്നുള്ള രീതിയിലല്ല, ഇരുചെവിയുള്ളവൻ എന്ന് വിളിക്കുന്നത് അതൊരു തമാശയുടെ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിളിച്ചു. അബൂ ഉസാമ പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് തമാശ പറയുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി എന്നവിടെ നിന്ന് പറയുമ്പോൾ എന്റെ കൂടെ അദ്ദേഹം ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അന്നേരം ഒരു മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലി എവിടെയുണ്ടെന്ന് നീ അന്വേഷിക്കുക. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് വഴക്ക് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഉച്ചഭക്ഷണം കഴിക്കാതെ തന്റെ വീട്ടിലിരിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ആളെ പറഞ്ഞു വിട്ടു. അവസാനം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് കിടന്നുറങ്ങുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് വന്ന് പറഞ്ഞപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ശരീരത്തിൽ നിന്ന് തട്ടി താഴെ വീണു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉടനെ നബി അവിടെ വന്നു. അദ്ദേഹം കിടക്കുകയാണ്. ശരീരത്തിൽ നിന്ന് തട്ടം താഴെ വീണു പോയിട്ടുണ്ട്. ശരീരത്തിലെ മണ്ണും ബാധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടൊരു തമാശ എന്ന രീതിയിൽ അവിടെ നിന്ന് പ്രവാചകൻ ഇങ്ങനെ വിളിച്ചുണർത്തി എന്ന് സ്വഹാബി വരും നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മറ്റൊരു ഹദീസ് കാണാം. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ഗ്രാമീണനിൽപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു വ്യക്തി വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സ്വാഹിർ എന്നായിരുന്നു. ഗ്രാമത്തിൽ നിന്നുള്ള സമ്മാനങ്ങൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുക്കും. അതുപോലെ അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്നുള്ള ചില സാധനങ്ങൾ സമ്മാനമായി അദ്ദേഹത്തിനും തിരിച്ചു കൊടുക്കും. അദ്ദേഹം ഗ്രാമത്തിൽ നിന്ന് വരുന്ന മനുഷ്യരാ സാഹിർ. ആ ഗ്രാമത്തിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്നുള്ള സാധനങ്ങൾ പ്രവാചകന് സമ്മാനമായി കൊണ്ടുവന്നു കൊടുക്കും. തിരിച്ചു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തുവിടുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ, ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പുറകിലൂടെ ഇങ്ങനെ കൈയിട്ട് പിടിച്ചു. നമ്മൾ തമാശയ്ക്ക് ചെയ്യുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പുറകിലൂടെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, ആരാണെന്ന് മനസ്സിലായോ? നബി തങ്ങൾ തമാശയ്ക്ക് ചെയ്യുന്ന പ്രവാചകൻ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന്റെ ചരക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ വട്ടമിട്ട് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, സാഹിർ അവിടെ നിന്ന് ആരാണെന്ന് അരക്കെട്ടിൽ അണച്ചു പിടിച്ചു. സാഹിർ പറഞ്ഞു, ആരാണിത്? എന്നെ വിടുക. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം പറയുകയാ, മുത്തി നബിയുടെ മാറിടം എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ നെഞ്ചിങ്ങനെ ചേർന്നിരിക്കുകയാ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അദ്ദേഹം ഒരു വിരൂപിയായ മനുഷ്യനായിരുന്നു. ഒരു വിരൂപിയായ മനുഷ്യനായിരുന്നു. പ്രവാചകൻ തമാശ എന്ന രീതിയിൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, പുറകിലൂടെ ചെന്ന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, ആരാണ് ഈ അടിമയെ വാങ്ങുന്നത്? ഈ സ്വാഹിർ എന്ന് പറയുന്ന അടിമയെ വാങ്ങുന്നതാരാ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, നബിയെ, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനേ ആള് കാണത്തുള്ളൂ. കാരണം ഞാനൊരു വിരൂപിയായ മനുഷ്യനാണ്. എനിക്ക് വലിയ സ്ഥാനമോ മറ്റുള്ള വില കുറഞ്ഞവനാ ഞാൻ. എന്നെ വാങ്ങാൻ ആരും വരൂല. നബി തങ്ങളോട് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, നാട്ടുകാരുടെ മുന്നിൽ നിനക്ക് വിലയില്ലെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ നിനക്ക് വല്ലാത്ത വിലയുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകൻ ചില തമാശകളായി ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബികളിലും അവരുടെ ജീവിതത്തിലും തമാശകൾ സഹാബത്തിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. എത്രയോ സ്വഹാബികൾ അതിൻ്റെതായ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങൾ തൻ്റെ വീട്ടിൽ വെച്ച് തമാശ പറയുന്ന ആളായിരുന്നു. ജനങ്ങൾ തൻ്റെ വീട്ടിലുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്ന സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അവിടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലോ അദ്ദേഹം അങ്ങനായി വളരെ ഗൗരവത്തോടു കൂടി നടക്കുന്ന മനുഷ്യനായിരുന്നു. വീട്ടിൽ തൻ്റെ ഭാര്യയോടും തൻ്റെ മക്കളോടും കഴിയുന്ന സമയം അവിടെ നിന്ന് തമാശകൾ പറയുമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങനല്ല. തമാശ പറയുന്ന അവസരത്തിൽ അത് ആരോടാണ് പറയുന്നതെന്നും പറയുന്ന സന്ദർഭവും സാഹചര്യവും അനുയോജ്യമായി എന്നുള്ളൊരു ധാരണ. ചുമ്മാതെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോരാ. ആ പറയുന്ന സമയവും സാഹചര്യവും നമ്മൾ നോക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പണ്ഡിതനെ ആദരിക്കുകയാണെന്നത് സുന്നത്തിൽപ്പെട്ടതാ. ആലിമീങ്ങളെ നമ്മൾ ആദരിക്കണം. എല്ലാ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തമാശ പറയാൻ പാടില്ല. പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് മാത്രമേ തമാശകൾ പറയാൻ പാടുള്ളൂ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തമാശയിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തമാശ പറയുമ്പോൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താ? ചുമ്മാതെ വാതോന്നുന്നത് മുഴുവനും പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൂട്ടുകാര് കൂടുമ്പോൾ, പടച്ചവനെ 4 പേര് കൂടുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് പല പല തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നവരുണ്ടല്ലോ. അതാ തന്റെ കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്ന സമയങ്ങൾ സന്തോഷിക്കുന്നവരുണ്ടല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? തമാശ പറയുമ്പോൾ ആ തമാശ പറയുന്ന സമയത്ത് പറയാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, തമാശയിൽ കളവ് പറയാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കള്ളം കെട്ടിച്ചമയ്ക്കുക, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. തമാശയായിട്ട് പോലും കളവ് പറയരുത്. തമാശയ്ക്ക് പോലും നിങ്ങൾ കള്ളം പറയരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, ഇന്നമാ യഫ്തരിൽ കദിബ അല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹ് വഉലൈക ഹുമുൽ കാദിബൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, നിങ്ങൾ കള്ളം കട്ടിച്ചമയ്ക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോൾ, തമാശ പറയുന്നതിന്റെ ഇടയിൽ തന്റെ കൂട്ടുകാരെ ചിരിപ്പിക്കുവാൻ, അവരെ സന്തോഷിപ്പിക്കുവാൻ എല്ലാ കഥകൾ പറയുന്നവരുണ്ടല്ലോ, കള്ളത്തരങ്ങൾ പറയുന്നവരുണ്ടല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ പോലും നിങ്ങൾ പറയാ പാടില്ല. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ,
ആയത്തുൽ മുനാഫിഖി സലാസത്തുൻ ഇദാ ഹദ്ദസ കദിബാ ഇദാ ഹദ്ദസ കദബാ വഇദാ ബഅദ അഖ്ലഫാ വഇദാ വഇദതുമിന ഖാലാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കപട വിശ്വാസികളുടെ ലക്ഷണം 3 എണ്ണമാണ്. കപട വിശ്വാസികളുണ്ടല്ലോ, അല്ലാഹുവേ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നവർ, എങ്കിലവർ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല, കപട വിശ്വാസികളാണ്. ആ കപട വിശ്വാസികൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, അവര് സംസാരിച്ചാൽ കളവ് പറയുന്നവരാ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കപട വിശ്വാസികളായ മനുഷ്യരുടെ ലക്ഷണം പറഞ്ഞപ്പോ അവിടെ ഒന്നാമതായി പറഞ്ഞത്, അവര് സംസാരിച്ച കള്ളം പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല കള്ളം. ഒരു തമാശയ്ക്ക് പോലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശയ്ക്ക് പോലും കള്ളം പറയരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളം പറയുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? നമ്മുടെ രാജ്യത്ത് കളവ് പറയാനുള്ള ഒരു ദിവസം തന്നെയുണ്ട്, ഏപ്രിൽ 1. ഏപ്രിൽ 1 കളവ് പറയാൻ, മനുഷ്യനെ പറ്റിക്കാനുള്ള ദിവസം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയുടെ ചാരത്തിങ്ങനെ സുജൂദിൽ കിടന്ന് കരയുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കാണുകയാണ്. തന്റെ പിതാവ് സുജൂദിൽ കിടന്ന് കരയുന്നത് കണ്ടപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചെന്നിട്ട് ചോദിക്കുന്നു, ഉപ്പാ എന്തിനാണ് ഉപ്പാ സുജൂദിൽ കിടന്ന് കരയുന്നത്? ആ സമയത്താണ് പ്രവാചകൻ പറഞ്ഞു, മോളെ ഫാത്തിമ, ഞാൻ നരകം കണ്ടു, ഞാൻ നരകം കണ്ടു. ആ നരകത്തിൽ എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം കടന്ന് നിലവിളിക്കുകയാണ്. അവരുടെ രൂപം പടച്ചവനെ പന്നിയുടെ കോലമാണ്. അവര് പന്നിയുടെ കോലത്തിലെ നരകത്തിന്റെ തീക്കകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. ഞാൻ അവരെ കണ്ടു എന്ന് പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, ഉപ്പാ അവരെന്ത് പാപം ചെയ്തവരാ? അവരെന്ത് തെറ്റ് ചെയ്തവരാ? അല്ലാഹു അവർക്ക് ഇങ്ങനെയുള്ള ശിക്ഷ കൊടുക്കാനുള്ള കാരണമെന്താ? മോളെ ഫാത്തിമ, അത് സംസാരിച്ചാൽ കള്ളം പറയുന്നവരാ. അത് സംസാരിച്ച കള്ളം പറയുന്നവരാണ്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, സംസാരിച്ചാൽ കള്ളം പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല. അത് മുനാഫിക്കിന്റെ അടയാളമാണ്. അത് കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്നവനാണ്. പറയുന്ന വാക്ക് പാലിക്കാറില്ല. ചെയ്യാമെന്നൊരു വാക്ക് തന്നു കഴിഞ്ഞാൽ അത് പാലിക്കാത്തവൻ, അവന് കപട വിശ്വാസിയുടെ സ്വഭാവമാണ്. 3, വിശ്വസിച്ചാൽ അവനെ ചതിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കപട വിശ്വാസിക്ക് ഉണ്ടാകുന്ന 3 സ്വഭാവം: 1, സംസാരിച്ച കള്ളം പറയും; 2, പറഞ്ഞ വാക്കുപാലിക്കൂല; 3, വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തമാശ അല്പമാണെങ്കിൽ പോലും കളവ് നിങ്ങൾ പറയരുത്. കളവ് പറയരുത്. ഇന്ന് നടക്കുന്ന പല തമാശകളും വെറും കള്ളത്തരങ്ങൾ മാത്രമാണ്, ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് തമാശ കളവിങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിപ്പിക്കുക. എന്നാൽ തമാശയിൽ പോലും കളവ് പറയാൻ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ നാം അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ ഇവിടെ നിന്നൊരു വീട്ടിലേക്ക് അസ്മാൻ ഉമ്മ സുലൈം ആരുടെയോ വീട്ടിലൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ, നബി തങ്ങൾ ഇങ്ങനെ വീടിനകത്തിരിക്കുമ്പോൾ വീടിന്റെ പുറത്തു നിന്ന് കളിക്കുന്ന കുഞ്ഞിനെ ഉമ്മ ഇങ്ങ് വിളിച്ചു, വാ മോനെ, ഒരു സാധനം തരാം, ഇങ്ങു വാ മോനെ, നിനക്ക് ഞാനൊരു സാധനം തരാമെന്ന് പറഞ്ഞു ഉമ്മ തന്റെ സ്വന്തം കുഞ്ഞിനെ വിളിക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, നീ എന്തെങ്കിലും കൊടുക്കാനാണോ വിളിക്കുന്നത്? കുഞ്ഞിന് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചല്ലോ, എന്തെങ്കിലും കൊടുക്കുമോ?
ആ സമയത്ത് മഹദി പറഞ്ഞു, ഞാനൊരു ഈത്തപ്പഴത്തിന്റെ പകുതി കൊടുക്കാമെന്ന് കരുതി നബിയെ. നബിതങ്ങൾ പറഞ്ഞു, അത് നീ കൊടുത്തില്ലെങ്കിൽ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉമ്മ തന്റെ കുഞ്ഞിനെ വിളിക്കാം, മോനെ നഗത്തേക്ക് വാ, നിനക്ക് ഞാൻ ഇന്ന് തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ നമ്മൾ ആലോചിക്കേ, നമ്മുടെ വീടിനകത്തേക്ക് നമ്മുടെ മക്കൾ കള്ളം പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ദേഷ്യമാ. എങ്കിലും നമ്മുടെ മക്കൾ കള്ളം പറയാൻ പഠിപ്പിച്ചു തരാ നമ്മൾ തന്നെ. വീട്ടിലകത്തിരിക്കും, ആരെങ്കിലും വരുമ്പോൾ പറയും ഇവിടെ ഇല്ല എന്ന് പറയാൻ. വീട്ടിൽ ഫോൺ വരുമ്പോൾ പറയും എടുത്തിട്ട് ഉറങ്ങുക എന്ന് പറയാൻ. ജീവനോടിരിക്കുമ്പോഴും നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ കള്ളം പറയാൻ പഠിപ്പിച്ചത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ല എന്ന ദീൻ പഠിപ്പിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വൈലുൽ ലില്ലദീന യുഹദ്ദിസു ഫയക്ദിബു ലിയുൽഹിക ബിഹിൽ ഖൗം വൈലുൽ ലഹു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സംസാരിക്കുകയും ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുകയും ചെയ്യുന്നവനാണ് നാശം, അവനാണ് നാശമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുൽഹിക ബിഹിൽ ഖൗം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സംസാരിക്കുകയും ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളവ് പറയുകയും ചെയ്യുന്നവന് നാശം, അവനാകുന്നു നാശം, അവനാണ് നാശമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശാപവാക്ക് പോലെയാ മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. അൻ അബീ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബ്ളിൽ ജന്ന ലിമൻ തറക്കൽ മിറാ وإن كان محكا وببيت في وسط الجنة لمن ترك الكذب وإن كان مازحا وبيت في أعلى الجنة لمن حسن خلقا. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തന്റെ ഭാഗത്താണ് നന്മയെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഒരു വീട് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തന്റെ ഭാഗത്താണ് ന്യായമെങ്കിലും എന്റെ ഭാഗത്താണ് ന്യായമെന്നറിയാം എങ്കിൽ പോലും പടച്ചവനെ തർക്കം ഉപേക്ഷിക്കുകയാണ്. ഒരു തർക്കം വേണ്ടെന്ന് പറഞ്ഞവിടെ നിന്ന് ഉപേക്ഷിക്കുകയാണ്. ആ ഉപേക്ഷിക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഒരു വീട് കൊണ്ട് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ന്യായം നിന്റെ ഭാഗത്ത് തന്നെയാ, എന്നാലും എതിർഭാഗത്ത് നിൽക്കുന്നവനുമായിട്ടൊരു തർക്കം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ മാറുക. നമ്മൾ പിടിച്ച മാനിന് 5 കൊമ്പെന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത് നടക്കാൻ വേണ്ടി നാം എന്തു വേണമെങ്കിലും ചെയ്യും. നബിതങ്ങൾ പറയുന്ന സ്വർഗത്തിന്റെ താഴ്വരയിൽ ഞാൻ അവര് ഒരു വീട് കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാനൊരു വീട് നൽകാൻ ഉറപ്പ് നൽകുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് തരും, തമാശയ്ക്ക് പോലും കള്ളം പറയാതിരുന്നാൽ. തമാശയ്ക്ക് പോലും കള്ളം പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് നൽകാമെന്ന് ഉറപ്പ് നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, തന്റെ സ്വഭാവം നന്നാക്കിയവന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്വരയിൽ, തമാശയ്ക്ക് പോലും കള്ളം പറയാതെ ഇരിക്കുന്ന മനുഷ്യന് സ്വർഗത്തിന്റെ മധ്യമാകം. പടച്ചവനെ, നല്ല സ്വഭാവമുള്ളവനുണ്ടല്ലോ, തമാശയ്ക്ക് പോലും കള്ളം പറയാതെ സംസാരിച്ചാൽ നല്ലത് മാത്രം പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് അല്ലാഹു ഒരു വീട് കൊടുക്കും. അല്ലാഹുവേ, ഞാനൊരു വീട്
കൊണ്ട് ഉറപ്പ് നൽകുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇന്നർ റജുല ലയതഖല്ലമു ബികലിമത്തിൻ യുദ്ഹിക ബിഹാ ജുലസാഉഹു യഹ്വി ബിഹാ മിൻ അബ്അദി മിനശ്ശുറാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ തന്റെ കൂട്ടുകാരനെ ചിരിപ്പിക്കുന്നതിനായി കളവായ ചില വാക്കുകൾ പറയുന്നുവെങ്കിൽ അവൻ ഭൂമിയിൽ നിന്ന് വിദൂരത്തേക്ക് ആണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തന്റെ കൂട്ടുകാരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് അവന് തമാശയ്ക്കാണ് കളവ് പറയുന്നതെങ്കിൽ പോലും പടച്ചവനെ അവന് ഭൂമിയിലേക്ക് ആണ്ടുപോവുകയാണ്. അവന് ഭൂമിയുടെ വിദൂരത്തിലേക്ക് അവൻ ആണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, തമാശയിൽ പോലും കളവ് പറയുന്നത് ഉപേക്ഷിക്കുന്നത്, തമാശയ്ക്ക് പോലും കളവ് പറയുന്നത് ഉപേക്ഷിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ പെട്ടതാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ഒരു സ്വഭാവം അതൊരു സത്യവിശ്വാസിക്കുണ്ടാകുന്ന ഗുണമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ തമാശ കാണിച്ച ചില സന്ദർഭങ്ങൾ പരിശോധിച്ചാൽ അവിടെ എങ്ങും മുത്തുനബി കള്ളം പറഞ്ഞിട്ടില്ല. പ്രവാചകന് യാതൊരു അംശവും അവിടെ നിന്ന് കലർത്തിയിട്ടില്ല. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുനാ ഖാല ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, സ്വഹാബികൾ നബിയോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ ഞങ്ങളോട് തമാശ പറയുന്നുവല്ലോ. സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളോട് അവിടുന്ന് തമാശ പറയുന്നല്ലോ, അങ്ങ് ഞങ്ങളോട് തമാശ പറയുന്നല്ലോ. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളോട് തമാശ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ സത്യമല്ലാതെ പറയുന്നില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാ വഹയ്യുഹാ, അല്ലാഹുവിന്റെ പ്രവാചകന് വഹയല്ലാതെ ഒന്നും പറയില്ലല്ലോ, പ്രവാചകന് കള്ളം പറയാറില്ലല്ലോ, ഞാൻ പറയുന്നത് മുഴുവനും സത്യമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞതായി ഇബ്നു ഉമൈർ തങ്ങൾ പറയുന്നു. ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നബി തങ്ങൾ തീർച്ചയായും ഞാൻ തമാശ പറയാറുണ്ട്, പക്ഷേ സത്യമല്ലാതെ ഞാനൊന്നും പറയാറില്ല. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ കുട്ടികളോട് അവരെ കളിപ്പിക്കുവാനോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയോ കളവ് പറയുന്നത് പൊതുവെ കണ്ടുവരാറുണ്ട്. മാതാപിതാക്കൾ കുട്ടികളെ കളിപ്പിക്കുവാനും അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയൊക്കെ കളവ് പറയാറുണ്ട്. നമ്മളിന്ന് കണ്ടുവരുന്ന കാര്യമാണ്. എങ്കിലും മാതാപിതാക്കൾക്ക് പഠിക്കാൻ ഒരൊറ്റ ഹദീസ് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാ. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലുള്ള സമയം എൻ്റെ മാതാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് കയറി വരിക, ഞാൻ നിനക്ക് എന്തെങ്കിലും ഒന്ന് തരാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയും, ഒരിക്കൽ മുത്തുനബി എൻ്റെ വീട്ടിലുണ്ടാകുമ്പോ എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു, മോനെ ഇങ്ങ് കയറി വാ, നിനക്ക് ഞാനൊരു കാര്യം തരാം, എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, നീ എന്തെങ്കിലും കൊടുക്കാനാണോ? അപ്പോൾ പറഞ്ഞു, നബിയെ, ഈത്തപ്പഴം നൽകാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു കള്ളം രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, കള്ളം പറയാൻ പാടില്ല, തമാശയ്ക്ക് പോലും.
തമാശയിൽ കള്ളം ചേർക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, തമാശയിൽ ഭയപ്പെടുത്താൻ പാടില്ല. തമാശയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ എന്തെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. എടുത്തു മാറ്റി വെക്കുക, മൊബൈൽ എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് മാറ്റി വെക്കുക, ചെരുപ്പ് എടുത്ത് മാറ്റി വെക്കുക. എന്തിന്? തമാശയ്ക്ക്. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന കൂട്ടുകാരൻ ഇറങ്ങിയിട്ട് ചെരുപ്പ് തരേ, എവിടെ അല്ല എൻ്റെ ഒരു ചെരുപ്പ് എന്തേ അല്ല തരേ എന്ന് കളിപ്പീര്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൊബൈൽ എടുത്ത് മാറ്റി വെച്ചിട്ട് മിണ്ടാതിരിക്കുക. ഒന്നും അറിയാത്തതുപോലെ തലയിൽ നിന്ന് തൊപ്പിയെടുത്ത് മാറ്റി വെക്കുന്നു. ഉറങ്ങുന്നവനെ പോയിരുന്ന് പറ്റിക്കാറില്ല. എല്ലാം തമാശയ്ക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, നിങ്ങൾ ഭയപ്പെടുത്താൻ പാടില്ല തമാശയിൽ. അൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീലയിൽ അവിടുന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാ. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒരു യാത്ര പോകുകയായിരുന്നു. പ്രവാചകനും സ്വഹാബത്തും അവിടുന്ന് ഒരു യാത്ര പോയി. ആ യാത്രാമധ്യേ അവർ ഒരിടത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. അന്നേരം ഒരു സ്വഹാബി ഉറങ്ങിയപ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തിന്റെ കയറ് ചട്ട എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. നബിതങ്ങളും സ്വഹാബത്തും യാത്ര പോകുമ്പോൾ അവിടെ വിശ്രമിക്കുന്ന സമയത്ത് ഉറങ്ങുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന്റെ കയറ് ഒരു ചട്ട എടുത്തിട്ട് അവിടെ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. ഉണർന്നപ്പോൾ അത് കാണാതെ അയാൾ ഇങ്ങനെ ഭയാശങ്കയിലായി. പടച്ചവനെ എന്തേ കാണുന്നില്ല, ഒരു വല്ലാത്ത ഭയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം ഭയപ്പെടുത്താൻ പാടില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഭയപ്പെടുത്താൻ പാടില്ല, അത് തമാശയ്ക്കാണെങ്കിൽ പോലും. നമ്മളോ ഉറങ്ങിയാ പോയിട്ട് അടുത്ത് പോയിരുന്ന് ശബ്ദം ഉണ്ടാക്കും പടച്ചവനെ പേടിപ്പിക്കാൻ. വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യമാണ്. എങ്കിലും പ്രവാചകൻ പറഞ്ഞതൊരു തമാശയ്ക്ക് പോലും നിങ്ങൾ ഭയപ്പെടുത്താൻ പാടില്ല. അൻ അബ്ദുല്ലാഹി ഇബ്നു സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാ, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലാ യഖുദന്ന അഹദുകും മതാഅ അഖീഹി ലാഇബൻ വലാ ജാദ്. അബ്ദുല്ലാഹി ഇബ്നു അസ്വായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ തമാശയ്ക്കോ കാര്യമായിട്ടോ മറ്റൊരാളുടെ സാധനം എടുത്തു മാറ്റാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി. തമാശയ്ക്കാകട്ടെ കാര്യമായിട്ടാകട്ടെ ഒരാളുടെയും സാധനം എന്ത് ചെയ്യാൻ പാടില്ല, എടുത്തു മാറ്റി ഒളിച്ചു വെക്കാൻ പാടില്ല, കളിപ്പിക്കാൻ പാടില്ല, പേടിപ്പിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോനെ, നമ്മളൊക്കെ എത്ര ചെയ്തിട്ടുണ്ടില്ലേ? എന്തായാലും നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പടച്ചോനെ. അള്ളാഹു നമുക്ക് പുറത്തേരുമാറാകട്ടെ. ഇന്ന് കുട്ടികൾ കുട്ടികൾ ഒരുത്തി ഇങ്ങനെ പോയിരുന്നു ഉറങ്ങുക, അവൻ്റെ അടുത്ത് പോയിട്ട് ശബ്ദം ഉണ്ടാക്കി വരട്ട് പേടിക്കൂലേ? പള്ളി നിസ്കരിക്കാൻ വരുമ്പോൾ ചെരുപ്പെടുത്ത് മാറ്റൂലേ? മൊബൈൽ വെച്ചു, പടച്ചോനെടുത്ത് മാറ്റി വെച്ചു, വാച്ചെടുത്ത് മാറ്റി വെച്ചു, കളിപ്പീര്. കാര്യമായിട്ടാണെങ്കിലും തമാശയ്ക്കാണെങ്കിലും ഒരാളുടെ സാധനം അനുവാദമില്ലാതെ എടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ തമാശയിൽ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം ഭയപ്പെടുത്താൻ പാടില്ല. അത് എന്ത് കാര്യമാണെങ്കിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 തമാശയ്ക്ക് ആയുധം ചൂണ്ടരുത്. തമാശക്കാണെങ്കിൽ പോലും എടുത്ത് എന്ത് ചെയ്യരുത്, വാളെടുത്ത് കത്തിയെടുത്ത് ഇങ്ങനെ കാണിക്കാറില്ല. എന്താ ചോദിച്ചേ? തമാശക്കാണെങ്കിൽ പോലും നമ്മൾ കത്തിയെടുത്ത് ഇപ്പൊ കുത്തിക്കളയും. ഇതൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അന അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഹമല അലൈനാ അസ്വലാഹ ഫലൈസ മിന്നാ. അല്ലാഹു അലം. പടച്ചോ നമുക്ക് പുറത്തുവരുമാറാകട്ടെ. റക്കപ്പറ 3 സ്വലാത്ത് സല്ലല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാ, നമുക്കെതിരിൽ ആയുധമെടുത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നമുക്കെതിരിലായി ഒരു മുസ്ലിമിനെതിരെ മറ്റൊരുത്തിനെടുക്കാം. ആലോചിക്കേ, ഇന്നും ആരെയെ വെട്ടിക്കൊന്നെന്ന് പറയുന്ന കേട്ട് പത്രത്തിൽ കണ്ടേ? മനുഷ്യന്മാർ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ പോയിട്ട് വന്ന് ആരെയെ കൊന്നു. അല്ലാഹു അലം. പടച്ചോൻ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കി നോക്കിക്കേ, തമാശയ്ക്ക് നമുക്കെതിരിൽ ഒരു മുസ്ലിമിനെതിരെ മറ്റൊരുത്തെടുക്കാം. കുത്തൂടാ ഞാൻ ഇല്ലേ, കത്തിയെടുത്ത് കുത്തിക്കളയും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഇന്നലെ കണ്ട ഒരു വാപ്പ തൻ്റെ കുഞ്ഞിനെ വീടിന്റെ മുകളിൽ കെട്ടിയിട്ട് കത്തി വെച്ചിരിക്കുക കഴുത്തിൽ, ചെറിയ കുട്ടിയെ.
അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിതങ്ങൾ പറയുകയാ, നമുക്കെതിരിൽ ആയുധമെടുത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. അൻ അബീ മൂസാ റളിയല്ലാഹു തആല അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മറ അഹദുക്കും ഫീ മസ്ജിദിനാ ഔ ഫീ സൂഖിനാ വമഅഹു നബ്ലുൻ ഫൽയുംസിക് അലാ നിസാലിഹാ. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മുടെ പള്ളിയിലൂടെയോ അങ്ങാടിയിലൂടെയോ ആരെങ്കിലും അമ്പുമായി കടന്നു പോകുകയാണെങ്കിൽ ആർക്കും അതുകൊണ്ട് ഒരു പരിക്കും പറ്റാതിരിക്കാൻ അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം വായ്ത്തല കൊണ്ട് മറച്ചു പിടിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാൾ പള്ളിക്കകത്തൂടെ നടന്നു പോകുന്ന ആ കാലഘട്ടം, അന്ന് അമ്പ് മനുഷ്യർ കരുതാറുണ്ട്. അപ്പൊ അമ്പ് ഇങ്ങനെ കൊണ്ട് പള്ളിക്കകത്തൂടെ പോകുമ്പോ അല്ലെങ്കിൽ കമ്പോളത്തിലൂടെ പോകുമ്പോ അതിൻ്റെ അഗ്രഭാഗം കൊണ്ട് ആരെങ്കിലും ഒന്ന് ഭയപ്പെടുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിലൊന്ന് കൊള്ളുകയോ ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് മറച്ചു വെച്ചിട്ട് നടന്നു പോകാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളുടെ മേൽ ആയുധം എടുക്കാൻ പാടില്ല. നബിതങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ മറച്ചു വെച്ചിട്ട് പോകണം. അതിന്റെ വായ്ത്തല കൈകൊണ്ട് മറച്ചു പിടിക്കട്ടെ. ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് ഒരു കത്തിയാകട്ടെ, എന്തുമാകട്ടെ, ഒരു കമ്പിയാകട്ടെ, ഒരു ആയുധമാകട്ടെ, അതിങ്ങനെ അതിന്റെ അഗ്രഭാഗം കൊണ്ട് പോലും ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടാൻ പാടില്ല. അത് നിങ്ങൾ മറച്ചു വെച്ചു കൊണ്ടുപോകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ലാ യുസീറു അഹദുക്കും അലാ അഖീഹി ബിസ്സിലാഹ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ തൻ്റെ സഹോദരന്റെ നേരെ ആയുധം ചൂണ്ടരുത്. നിങ്ങൾ ഒരാളും മറ്റൊരു മുസ്ലിമിന്റെ നേരെ അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു ആയുധം ചൂണ്ടരുത്. നിശ്ചയമായും അവൻ അറിയാതെ പിശാച് അത് തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോഴൊക്കെ എടുത്ത് തമാശയ്ക്ക് കാണിക്കുന്നതാ, പിന്നെ അങ്ങ് കാര്യമാകും. കളിക്കുന്ന കാര്യം പിന്നെ അവസാനം കാര്യമായി മാറും. ശൈത്താൻ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല അബൂ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും ഇരുമ്പ് ആയുധം തൻ്റെ സഹോദരന്റെ നേരെ ചൂണ്ടിക്കാണിച്ചാൽ, കത്തിയും കമ്പിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് തൻ്റെ സഹോദരന്റെ നേരിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവനത് ഉപേക്ഷിക്കുന്നതുവരെ മലക്കുകൾ അവനെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു തമാശ എന്ന രീതിയിലാണെങ്കിലും ആയുധമെടുത്തിട്ട് നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ കൂട്ടുകാരൻ ഒരു മുസ്ലിമിന്റെ നേരെ നീ ഇങ്ങനെ ചൂണ്ടിയാൽ അത് എപ്പോഴാണോ നീ താഴ്ത്തി വെക്കുന്നത് അതുവരെ അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കും. അവൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ആ മലക്കുകളുടെ ശാപം കിട്ടുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കത്തിയെടുത്ത് ഇങ്ങനെ നീട്ടി കാണിച്ചാൽ ആ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയം മുഴുവനും അള്ളാഹുവിന്റെ മലക്കവനെ ശപിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തമാശയ്ക്ക് പോലും നിങ്ങൾ ആയുധം ചൂണ്ടാൻ പാടില്ല. 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, പരിഹാസം പാടില്ല. തമാശയിൽ പരിഹാസം പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يرتب فأولئك هم الظالمون. പരിഹസിക്കുന്നവരുണ്ടല്ലോ, അതാ നിന്റെ കൂട്ടുകാരെയും നിന്റെ കുടുംബക്കാരെയും നിന്റെ കൂടപ്പിറപ്പുകളെയും തമാശ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവരുണ്ടല്ലോ, അവരെ കളിയാക്കുന്നവരുണ്ടല്ലോ.
അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈ വിശ്വസിച്ച വിഭാഗമേ, ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ അസാ അയ്യകൂനു ഖൈറാ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ എൻ്റെ പ്രിയപ്പെട്ടവരെ അവരെക്കാൾ നല്ലവരായിരിക്കാം. നീ മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത്. കാരണം നിന്നെക്കാൾ മഹത്വമുള്ളവരായിരിക്കാം അവർ. അതുകൊണ്ട് പരിഹസിക്കരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ. ഒരു സത്യവിശ്വാസി മറ്റൊരാളെ അവിടുന്ന് കളിയാക്കാൻ പാടില്ല. പടച്ചവനെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവേ പശ്ചാത്തപിക്കാത്ത പക്ഷമുണ്ടല്ലോ. അങ്ങനെ ചെയ്തു പോയിട്ടുള്ളവർ അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് മടങ്ങാത്ത അവസ്ഥ വന്നാൽ ഫൗലൈക ഹുമുൽ ളാലിമൂൻ, അവരക്രമികളാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് തമാശ പറയുന്നവരെ, ചിരിപ്പിക്കുന്നവരെ, ഒരാളെയും പരിഹസിക്കരുത്, ഒരാളെയും പരിഹസിക്കരുത്. മഹാനായ ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, പരിഹസിക്കുന്നതും കുത്തുവാക്ക് പറയുന്നതും പരിഹാസ പേരുകൾ വിളിക്കുന്നതുമല്ല, ഒരാളെ നിസാരവൽക്കരിക്കലാണ്. അത് ഏത് രീതിയിലാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിഹസിക്കുന്നത് ചിലത് കുത്തുവാക്ക് പറയാറുണ്ടല്ലോ, ഇടപ്പേര് വിളിക്കാറുണ്ടല്ലോ. പടച്ചവനെ ഇതെല്ലാം പാടില്ല എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ ഖുർആനാണ് പറയുന്നത്, നിങ്ങൾ മറ്റൊരാളെയും പരിഹസിക്കരുത്. അത് കാര്യമായിട്ടാണെങ്കിലും തമാശക്കാണെങ്കിലും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് ഖുൽതു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്ബുക മിൻ സഫിയ കദാ വകദാ ഖാല ഗൈറു മുസദ്ദദിൻ തഅനി ഖസീറാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ നബിയോട് ഞാൻ അവിടെന്ന് പറഞ്ഞു, താങ്കൾക്ക് ഇന്നവളായ അതായത് കുറവായവളായ, അതാ വലിപ്പം കുറഞ്ഞവളായ സഫിയ മതിയല്ലോ. ഒരു ഭാര്യ അതാ മറ്റൊരാളെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ആ നീളം കുറഞ്ഞവള മതിയല്ലോ, സഫിയായ മതിയല്ലോ എന്ന് തന്റെ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ സഫിയ ബീബിയെ നീളം കുറഞ്ഞവളാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ നീ പറഞ്ഞ ഈ വാക്ക് കടലിൽ കലക്കിയാൽ അതിന്റെ നിറവും വാസനയും മാറ്റിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഒരാൾ ഏത് രീതിയിലാണെങ്കിലും പരിഹസിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തമാശയ്ക്ക് ഇരട്ട പേര് വിളിക്കുന്ന സ്വഭാവമുണ്ടല്ലോ. പലരും ഇരട്ട പേര് വിളിക്കാറുണ്ടല്ലോ. കൂടെ പഠിക്കുന്നവർ, കൂടെ നടക്കുന്നവർ, കൂട്ടുകാരികൾ, അയൽവാസികൾ, പലരെയും പല പല ഇരട്ട പേര് വിളിക്കാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിഹാസത്തിൽ പെട്ടതാണ്, അപമാനിക്കലിൽ പെട്ടതാണ് ഇടപ്പേരുകൾ വിളിക്കുക. സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന പല പേരുകളുമുണ്ടല്ലോ. ഇന്നും വിളിച്ച് കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, നിങ്ങൾ പരിഹസിക്കാൻ പാടില്ല, നിങ്ങൾ ഇടപ്പേര് വിളിക്കാൻ പാടില്ല. മനുഷ്യരെ മോശമാക്കുന്ന ഇരട്ട പേരുകൾ നിങ്ങൾ വിളിക്കരുത്. അത് തമാശയ്ക്ക് വിളിക്കുന്ന ഇത്തരം വിളികൾ നിഷിദ്ധമാ. ഒരു തമാശക്കാണെങ്കിൽ പോലും അങ്ങനെയുള്ള പേരുകൾ വിളിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ തമാശയേക്കാൾ ഗൗരവമുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് എന്നുകൂടെ പഠിച്ചോണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം നാം ഇന്ന് പഠിച്ചത് തമാശ പറയാൻ പാടില്ല എന്നല്ല,
പാടില്ല. തമാശയുടെ രീതിയിൽ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞ രീതിയിൽ വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ തമാശ പറയാൻ. അപ്പൊ തമാശ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, തമാശയിൽ കള്ളം പറയാൻ പാടില്ല. 2, നബി തങ്ങൾ പറഞ്ഞു ഭയപ്പെടുത്താൻ പാടില്ല. 3, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ആയുധം ചൂണ്ടരുത്. 4-മതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പരിഹാസം പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടപ്പേര് വിളിക്കാൻ പാടില്ല. ഒരാളുടെ ഇസ്സത്തിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവർത്തനത്തിലോ വരാൻ പാടില്ല. അള്ളാഹുവെ ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്